നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് പഴയ മീൻ മാർക്കറ്റിൽ വൻ തീപിടുത്തം. മണ്ണാർക്കാട് തെങ്കര വെള്ളാരംകുന്നിൽ തീപിടുത്തം. വെള്ളാരംകുന്നിലെ പഴയ മീൻ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അഗ്നിബാധ ഉണ്ടായത്. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമല്ല. തീ പടരുന്നത് കണ്ട പ്രദേശവാസികളാണ് വിവരം ഫയർഫോഴ്സിൽ അറിയിച്ചത്. അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. തീപിടുത്തമുണ്ടായ സമയത്ത് മാർക്കറ്റിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഭർത്താവ് ഭാര്യയെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ്. ചാലക്കുടി മേലൂർ പൂലാനിയിൽ ഭർത്താവ് ഭാര്യയെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കിയാണ് കൊലപ്പെടുത്തിയത്. കാട്ടുവിള പുത്തൻ വീട്ടിൽ ലിജിയാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. ലിജിയുടെ ഭർത്താവ് പ്രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കുടുംബ വഴക്കാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. കടമുറി ഒഴിഞ്ഞു നൽകിയില്ല. ചോദിക്കാനെത്തിയ യുവതിയെയും ബന്ധുക്കളെയും CPM പ്രവർത്തകർ മർദ്ദിച്ചു. പത്തനംതിട്ടയിൽ കടമുറി ഒഴിഞ്ഞു നൽകിയില്ല എന്നാരോപിച്ച് യുവതിയെയും ബന്ധുക്കളെയും CPM DYFI പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി. മർദ്ദനമേറ്റ സ്ത്രീയും ബന്ധുക്കളും ചികിത്സ തേടി. സംഭവത്തിൽ CPM തെങ്ങമം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 4 പേർക്കെതിരെ അടൂർ പോലീസ് കേസെടുത്തു. പാർട്ടി നിയന്ത്രണത്തിലുള്ള തെങ്ങമം അഗ്രികൾച്ചറൽ ഫാർമേഴ്സ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്ന മുറിയെ ചൊല്ലിയാണ് തർക്കം. വാടക നൽകാതെ നേതാക്കൾ ഏറെ നാളായി കടമുറി കൈയടക്കി വെക്കുന്നു എന്നാണ് ആക്ഷേപം. എന്നാൽ ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നും കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 1.72 ലക്ഷം രൂപ കാണാനില്ലെന്നും DYFI പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. മിന്നലേറ്റ് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. സുഹൃത്തിന് പരിക്കേറ്റു. കോട്ടയം കാഞ്ഞിരപ്പാറ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. കോട്ടയം നെടുകുന്നം മാണിക്കുളത്ത് വെച്ചാണ് ഇവർക്ക് മിന്നലേറ്റത്. മണികണ്ഠനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് മാന്തുരുത്തി സ്വദേശി സുനീഷിന് മിന്നലിൽ പരിക്കേറ്റു. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. മണികണ്ഠന്റെ മൃതദേഹവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മോഷണ ശ്രമത്തിൽ പരാതിയുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതി മറ്റൊരു കേസിൽ സ്റ്റേഷനിൽ. വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം നടത്തിയ കേസിൽ പരാതി നൽകാനെത്തിയപ്പോൾ പ്രതി മറ്റൊരു കേസിൽ പോലീസ് സ്റ്റേഷനിൽ. പാപ്പൻകോട് വാഴവിളയിൽ അനുകൃഷ്ണൻ എന്നയാളുടെ വീട്ടിലാണ് അതിക്രമിച്ചു കയറി വാതിൽ കമ്പി കൊണ്ട് കുത്തി തുറക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ബംഗാൾ സ്വദേശിയെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ ജയപാൽകുടി ചന്നാടിപ്പ സ്വദേശി വിഷ്ണു റോയിയാണ് പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ട് വീട്ടുകാർ ഒരു മരണത്തിന് പോയ സമയത്താണ് മോഷണ ശ്രമം നടന്നത്. മടങ്ങി വന്നപ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിക്കാൻ ശ്രമം നടത്തിയതായി കണ്ടു. ഈ സമയം വീടിന് പുറകുവശത്തുണ്ടായിരുന്ന പ്രതി പിറകിലെ വാതിൽ പൊളിക്കാൻ ശ്രമം നടത്തുന്നതിന്റെ ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോൾ മോഷ്ടാവ് മതിൽ ചാടി ഓടുകയായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങളുമായി പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പോലീസ് പിടികൂടിക്കൊണ്ടുവന്ന വിഷ്ണു റോയ് അവിടെ ഉണ്ടായിരുന്നു. ആളെ തിരിച്ചറിഞ്ഞ പരാതിക്കാരൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു.